CPM സംസ്ഥാന സമിതി അംഗം അനിൽകുമാർ കൂടി ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, എന്തായാലും ഇപ്പോൾ പോറ്റി പുറത്തേക്ക് വരികയാണ്. കാരണം പ്രതിപക്ഷം ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധം ഉയർത്തുന്ന ഘട്ടത്തിൽ ഇപ്പോൾ സ്വാഭാവിക ജാമ്യം 4ാമത്തെ പ്രതിക്കും ലഭിക്കുന്നു, കുറ്റപത്രം വൈകുന്നു. അല്ല, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിക്ക് വളരെ സന്തുഷ്ടയായി കാണും. കാരണം അവരുടെ കയ്യില് കാപ്പ് കെട്ടിക്കൊടുക്കുകയോ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുകയോ ചെയ്തൊരു വ്യക്തി ജയിലിൽ കിടന്നതിന്റെ മനോവേദനയിൽ നിന്ന് മോചിതമാകുന്ന വിചാരിക്കുകയാണ്. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? തന്ത്രി ഒരാളെ അവിടെ കൊണ്ടുവരിക, അയാളെ UDF അവിടുത്തെ ആസ്ഥാന ശബരിമലയിലെ പ്രധാനപ്പെട്ട ആളായിട്ട് പ്രഖ്യാപിക്കുക, എന്നിട്ട് സ്വർണം കൂട്ടുന്ന ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കൂടെ കൂട്ടി UDFന്റെ 2 എംപിമാർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വരെ കൊണ്ടുപോയി ശബരിമലയുടെ പ്രതികളെ അവതരിപ്പിക്കുക. അവസാനം അവർ നടത്തിയ മോഷണം തൊണ്ട് സഹിതം പിടിക്കപ്പെട്ടു. ദേവസ്വം ബോർഡിനെ വെല്ലുവിളിച്ചിട്ട് ദ്വാരപാലക ശില്പങ്ങളുടെ പീഠങ്ങൾ കാണാനില്ല. അയ്യപ്പസംഘം അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷം ഇറക്കിവിട്ട യാഗാശ്വമാണ് ഈ പോറ്റി. അവസാനം പോറ്റി അകത്തായി. പ്രതിപക്ഷം പറയുന്നത് എന്താണ്? തെളിവൊന്നും എടുക്കണ്ട, പോറ്റിയുടെ പേര് കുറ്റപത്രം കൊടുത്താൽ മതി. അങ്ങനെ പൊട്ട കുറ്റപത്രം, ഭാഗി കുറ്റപത്രം ഒന്നുമില്ല. കൃത്യമായിട്ട് തെളിവുണ്ടാക്കിയിട്ട് അതിന്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യം ചെയ്താൽ മതി. ഈ പോറ്റി എത്രത്തോളം സ്വർണം ഊറ്റി അത് ശാസ്ത്രീയ പരിശോധനയിൽ തെളിയണം. അതാണ് ആവശ്യം. ശ്രീ അനിൽകുമാർ, ആ സമയത്ത് ഭരിക്കാൻ CPIMന്റെ നേതാക്കളും ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിൽ. അവർ ഇപ്പോൾ ജയിലിലും ആണ്. അതെ, 2004 പോറ്റി അവിടെ കയറ്റിയപ്പോൾ CPM നേതാക്കളല്ല, വേണുഗോപാലാണ് മന്ത്രി, AICCയുടെ സംഘടനാ സെക്രട്ടറി. പിന്നീട് അതിന്റെ അടുത്ത ഘട്ടം വന്നപ്പോൾ 2007 ഈ പോറ്റി ശബരിമലയുടെ ശ്രീകോവിലിനകത്ത് കയറി. അതൊരു LDFന്റെ ബോർഡല്ല. പിന്നീട് 2017 ഈ പോറ്റി അവിടെ കൊടുമരം തണ്ടാക്കാൻ എത്തിയല്ലോ. അദ്ദേഹത്തെ മണി ഏൽപ്പിച്ചു കൊടുത്തല്ലോ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ്. ഹൈക്കോടതി തന്നെ നിയോഗിച്ചിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ ഉണ്ടല്ലോ, ശ്രീ കുറുപ്പ്. പോറ്റിക്ക് ഓർഡർ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പോറ്റിയെ ശബരിമലയിൽ നിന്നും കള്ളനാണെന്ന് കണ്ട് ഇറക്കി വിടുന്നതിൽ ഞങ്ങളുടെ ബോർഡ് പരാജയപ്പെട്ടു. അത് സത്യമായ കാര്യമാണ്. ഒരു സഖാവും ഒരു തരി സ്വർണം കട്ടിട്ടില്ല കേട്ടോ. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു തരി സ്വർണം കട്ടിട്ടില്ല. അതാണ് തീർച്ചയായും. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പറയുന്ന ഈ ഘട്ടത്തിൽ എന്തായാലും ഇടതുപക്ഷത്തിന്റെ ബോർഡും അവിടെയുണ്ട്. 2 ബോർഡുകൾ, ഇടതുപക്ഷത്തിന്റെ 2 ബോർഡുകളുള്ള കാലത്തും ഈ സംഭവം നടന്നു എന്ന് തന്നെയാണ് ആരോപണം. ആ ആരോപണം അവിടെ നിലനിൽക്കുകയാണ്. മറ്റു കാര്യങ്ങൾ ഈ അനിൽകുമാർ പറഞ്ഞതൊക്കെ ന്യായം തന്നെ. അത് പോറ്റി എത്തിയ കാലത്ത് കോൺഗ്രസിന്റെ ബോർഡായിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ വാജിവാഹനം കൈമാറുന്ന ചിത്രങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ 2 ബോർഡുകൾ ഇപ്പോഴും അത് ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്തുള്ള ആളുകൾ തന്നെയാണ്. അവരിൽ 2 പേർ ഇപ്പോൾ ജയിലിലാണ് എന്ന കാര്യവും ഉണ്ട് അവിടെ. അതെ, ശബരിമലയിലെ അയ്യപ്പന്റെ പ്രതിസ്ഥാനത്തുള്ള തന്ത്രി ഒരാളെ അവിടെ കുടിയിരുത്തി. അയാൾ അവിടെ ഒരു മഹാവൃക്ഷമായി ഇവിടെ വളർന്നു. അതവിടെ നിലനിൽക്കുമ്പോഴാണ് LDFന്റെ ഒരു ബോർഡ് വരുന്നത്. ആ ബോർഡ് വന്നപ്പോൾ തന്നെ തന്ത്രിയെ കള്ളനാണെന്ന് കണ്ട് പുറത്താക്കാൻ കഴിഞ്ഞില്ല. ഇത്തരം കാര്യം ഞങ്ങൾ സമ്മതിച്ചല്ലോ. അതുകൊണ്ട് മാത്രം ഞങ്ങൾ കുറ്റവാളിയാകുമോ? സഖാക്കൾ സ്വർണം കട്ടവരാകുമോ? ഞങ്ങൾക്കെതിരായി ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും രാഷ്ട്രീയ ആരോപണം അവിടെ ഉണ്ട്. ആ അർത്ഥത്തിലുള്ള മറുപടി താങ്കൾ പറയുകയും ചെയ്യും. ഇപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ കോടതിയിൽ നിന്ന് സ്വാഭാവിക ജാമ്യം ലഭിച്ച് 4ാമത്തെ ആൾ പുറത്തു വരുന്നു. എന്തായാലും ഇത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അന്വേഷണത്തെ ബാധിക്കാൻ വേണ്ടിയാണ് കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം തയ്യാറാകാത്തത് എന്നതാണ്. അതിൽ സർക്കാർ ഇടപെടുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം.